വരും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം ആണ്. വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളമാണ്. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ, സഹകരിക്കൂ, സഹകരിക്കൂ പ്ലീസ്. പ്ലീസ് എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പോ ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. പ്ലീസ് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. Please resume your seat, please. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പോകൂ. അടുത്ത വിഷയത്തിലേക്ക് കിടക്കണം. പ്ലീസ് പ്ലീസ്. ഇന്നും നാളെ ചർച്ച ചെയ്താൽ മതി. ഇന്നും നാളെ ചർച്ച ചെയ്യാൻ സന്ദർഭമുണ്ടല്ലോ. സാർ ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ ടി വി ഇബ്രാഹിം. സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. മനുഷ്യ വികസന സൂചികയിൽ രാജ്യത്തിന് മാതൃകയായ കേരളത്തിൽ പോലും വിവിധ പ്രദേശങ്ങൾക്കിടയിൽ വികസനത്തിലും സർക്കാർ സേവനങ്ങളുടെ ലഭ്യതയിലും ഗണ്യമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നത് ഏറെ ഗൗരവകരമായി കാണേണ്ടതാണ്. ജനസംഖ്യാ പിന്നോക്കാവസ്ഥ പരിഗണിക്കുമ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ എല്ലാ ജില്ലകളിലും തുല്യമായ പരിഗണന ലഭിക്കുന്നില്ല. ഞാൻ സർ ഈ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ്, അവതരിപ്പിച്ചതിന് ശേഷമാണ് പുതിയ വികസന പദ്ധതികളുടെ വിതരണത്തിലെ പ്രാദേശിക അന്തരം കുറയ്ക്കാൻ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അഡ്രസ് ചെയ്യുകയും എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ അസമത്വം മറികടക്കാനാവാത്ത ഒരവസ്ഥയാണ് സർ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, +2 അഡ്മിഷൻ 1ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിൽ ഏകദേശം 72,000-ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥയാണ് സർ ഉള്ളത്. മലബാറിൽ 6 ജില്ലകളിലായി 1,70,000. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ നടപടികളിലേക്ക് സ്പീക്കർ കടന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധം അവിടെ. മുദ്രാവാക്യം ഉയർത്തി മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നിയമസഭയിൽ. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരള നിയമസഭയിൽ നിന്ന് കാണാത്ത ചില കാഴ്ചകൾ. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സംപ്രേഷണം ചെയ്യുന്ന, മുദ്രാവാക്യങ്ങൾ മ്യൂട്ട് ചെയ്യാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഭാ ടി വിയെ കൂടി കാണാനായ ഒരു ദിവസം കൂടിയാണ്. എന്തായാലും അതൊന്നുമല്ല ഫോക്കസ്, മദ്യനയം തന്നെയാണ് പ്രധാനപ്പെട്ട ഫോക്കസ്.